ചക്ക സീസൺ ആയാൽ പിന്നെ ചക്കച്ചുളയോടൊപ്പം ബോണസായിട്ട് കിട്ടുന്നതാണല്ലോ ചക്കക്കുരു. ആവശ്യത്തിലധികം കിട്ടിയതുകൊണ്ട് ചക്കക്കുരു വട ഒന്ന് ഉണ്ടാക്കി നോക്കി. കഴിച്ചിട്ട് തരക്കേടില്ലാന്ന് തോന്നിയതുകൊണ്ട് ഒരു വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ തുടങ്ങിയാലോ. കയ്യിലെടുത്ത വഴുവഴാന്ന് തെന്നിപ്പോകുന്ന കുരു കഴുകി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി അതിൻ്റെ തൊലി കളഞ്ഞൊന്നും കൂടി കഴുകിയെടുത്ത് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലിട്ട് 4 വിസിലായപ്പോഴത്തേക്കും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഈ വേവിച്ചെടുത്ത ചക്കക്കുരു ചൂടാറിയ ശേഷം ഒന്ന് അരച്ചെടുത്ത്, നല്ല പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുത്തിട്ടില്ല, കുറച്ച് കഷ്ണങ്ങളൊക്കെ അരയാത്തതുണ്ടായിരുന്നേ. ഇനി അരച്ചെടുത്ത മിക്സിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്തു. ഇനി പൊടികളായിട്ട് ചേർക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകം ചതച്ചത്, പിന്നെ ലാസ്റ്റ് 3 സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. കടലപ്പൊടി ഇടണമെന്നാണ് വിചാരിച്ചത്, അത് കയ്യിലില്ലാത്തതുകൊണ്ട് മൈദ ചേർത്തന്നേ ഉള്ളൂ. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ബോൾ പോലെ ആക്കിയെടുക്കണം. ഇനി ആ ബോൾ പോലെ ആക്കി വെച്ചത് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് കയ്യിൽ അത്യാവശ്യം ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അമർത്തി കൊടുത്താൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനി ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വറുത്ത് കോരി അങ്ങ് എടുത്തേച്ചാൽ മതി. ചക്കക്കുരു വട റെഡി. കഴിച്ചിട്ട് തരക്കേടില്ല. ഉള്ളിവടയൊക്കെ ഇല്ലേ, അതിൻ്റെ ടേസ്റ്റ് പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത്. നിങ്ങൾ ഇതുപോലെ ചക്കക്കുരു കൊണ്ട് വട പോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.